നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വന്ദേ മാതരം സാർ. വന്ദേ മാതരം പ്രശാന്ത. സാറേ, നമ്മൾ ഈ ചൈനയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് മനോഹര ചൈന, മധുര മനോജ്ഞ ചൈന. ആ ചൈന ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിലാണ്. ചൈനയിൽ നിന്ന് ഒരു വിവരവും ചൈന അറിയാതെ പുറത്തു വരില്ല. അവിടുത്തെ ഭരണാധികാരികൾ അറിയാതെ ചൈനയിൽ നിന്ന് ഒരു വിവരവും പുറത്തു വരില്ല. അത്ര ശക്തമായ കരുതലാണ്. ഇപ്പം ആഗോള മാധ്യമങ്ങൾ, BBC പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളൊക്കെ താലങ്ങും വിലങ്ങും ചൈനയിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു വിവരം പുറത്തു വരുന്നു. ചൈനയിൽ എന്തൊക്കെയോ ഈ ഭരണകൂടത്തിനുള്ളിൽ ചില അസ്വാരസ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്, എന്തൊക്കെയോ പുകയുന്നു, അവിടെ ഒരു കൊട്ടാര വിപ്ലവത്തിനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് സാർ ഈ ചൈനയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സി ജിൻപിങ്ങിൻ്റെ യുഗം അവസാനിക്കുകയാണോ, അതോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ അവിടെ ഒരു ഇടിവുണ്ടായിരിക്കുകയാണോ? എന്താണ് വാസ്തവത്തിൽ ചൈനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടിവുണ്ടതായിട്ട് ഞാൻ പറയില്ല. അത് ഇടിവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രശാന്ത് പറഞ്ഞതല്ല, കൊട്ടാര വിപ്ലവം നടന്നുകൊണ്ടിരിക്കുക. ഈ അവർക്ക് ഈ ചൈന ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് വേറെ ചില സിവിലൈസേഷൻ, മെസപ്പൊട്ടേമിയ, മറ്റേ അസ്റ്റക്ക്, അതൊന്നും ഇല്ല ഇപ്പം. പക്ഷെ കണ്ടിന്യൂസ് ആളുകൾ ലിവ് ചെയ്ത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അല്ലെങ്കിൽ ഗ്രീസ്, പിന്നെ നമ്മുടെ ഇന്ത്യൻ ഭാരതീയ സംസ്കാരം, സിന്ധു നദി തട സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഇങ്ങനെ ഒരു മൂന്നോ നാലോ ഉള്ളൂ. പക്ഷെ അതിൽ ടോപ്പിൽ നിൽക്കുന്നതാണ് ചൈനയുടെയും ഇന്ത്യയുടെയും. പെർഷ്യയിൽ ഇറാൻ മാത്രമായിപ്പോയി. അപ്പം മരുന്നിനുണ്ട്, പക്ഷെ ചൈനീസ് സിവിലൈസേഷൻ വലിയൊരു വലിയ പാരമ്പര്യമുള്ള, ഭയങ്കര പാരമ്പര്യം, ഭയങ്കര ഇൻവെൻഷൻസ്. നിങ്ങൾ ആലോചിച്ച ഗൺ പൗഡർ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിച്ചത്? വളരെ യുദ്ധങ്ങളൊക്കെ നടക്കുമോ? ഗൺ പൗഡർ കണ്ടുപിടിച്ചത് അവരല്ലേ. അതുപോലെ പല ഇൻവെൻഷൻസ്, നമ്മളത് പറയുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മര്യാദയ്ക്കിടെ ഭരിച്ചുകൊണ്ടിരുന്ന ചിയാങ് കൈഷക്കിനെ അടിച്ച് ഓടിച്ച്, അയാളാണ് സെക്കൻഡ് വേൾഡ് വാറിൽ യുദ്ധമൊക്കെ ചെയ്തത്, ജപ്പാൻകാരും അവരുമായിട്ടൊക്കെ. അയാളെ അടിച്ചോടിച്ച് മാവോയുടെ നേതൃത്വത്തിൽ ഇടിച്ചു കയറി കമ്മ്യൂണിസ്റ്റുകാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ അന്നേ ഇവർ ഇരുമ്പ് മറയ്ക്കകത്താണ്. റഷ്യയിൽ പോലും ഇത്രയും സീക്രട്സ് പുറത്തു വരുമായിരുന്നു. ഇരുമ്പ് മറയ്ക്കകത്താണ്. അപ്പം ഇപ്പോഴത്തെ ഈ കാലത്ത് ഫോർമിഡബിൾ ഡിജിറ്റൽ സർവേയിങ്, പട്രോളിംഗ് ഉണ്ട് അവർക്ക്. അവരെ അവിടുന്ന് ഒരു മെസ്സേജും ഒരിടത്തോട്ടും പോവില്ല. അത്ര. പിന്നെ അവരാണിത് കണ്ടുപിടിച്ച ഫേസ് ഐഡന്റിഫൈയിങ് ടൂൾ. നമ്മുടെ ചരിത്രം മൊത്തം എടുക്കാൻ പറ്റും, നമ്മുടെ ഫേസ് മാത്രം കിട്ടിയാൽ മതി. അങ്ങനെ പൊതുജനങ്ങളങ്ങ് വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ്. പിന്നെ PLA, പീപ്പിൾസ് ലിബറേഷൻ ആർമി. അപ്പോൾ ഇവരിങ്ങനെ ഒരുപാട് സംഘങ്ങൾ, ജനങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാതെ ഒന്നും വരില്ല. ഭരണകൂടത്തിന്റെ ഉരുക്കുമുഷ്ടികൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. ചൈനയിൽ നമ്മൾ കാണാൻ പോയാൽ അവരെല്ലാം ഭയങ്കര ഈ വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ വെറും ഇൻഫർമേഷൻ സ്ട്രാറ്റജി. അവർ ലോകത്തിലെ ടോപ്പാണ്. ഇസ്രായേലൊക്കെ അവരുടെ താഴെ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു അത് പേപ്പട്ടിയാണ്. അതിൽ ഏറ്റവും മികച്ച അവിടെ നിന്നാണ് ഈ പാകിസ്ഥാനികൾക്ക് ട്രെയിനിങ് കിട്ടുന്നത്. അവർ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പ്രൊപ്പഗൻഡയിലൂടെ, അത് ഇവരാണ് അവരുടെ ഗുരു, ഈ ചൈനയാണ്. അപ്പൊ ചൈനയിൽ എന്താ നടക്കണമെന്ന് ആർക്കും വലിയ പിടിയൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ആ ഒരു ക്രാക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ശരി. അതിനകത്ത് സാർ, അത് ഭരണകൂടത്തിലാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണല്ലോ ആദ്യം ഉണ്ടാവുന്നത്. CCP പാർട്ടിയും ഭരണകൂടവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, CCPയിലാണത് ആദ്യം വരുന്നത്. അപ്പം അപ്പോൾ 1950 തൊട്ട് അവരാണ്. പിന്നെ അവരുടെ ആ ഡീപ്പ് സ്റ്റേറ്റ് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല.
നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. ചൈന, നമ്മളെ നെഹ്റുജി എല്ലാം ബായി ബായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു ദുപ്രഭാവത്തിൽ അങ്ങ് ഇടിച്ചങ്ങ് കയറി. പിന്നെ ലേറ്റസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷീ ജിൻപിങ്, അദ്ദേഹം ഇവിടെ വന്ന് മഹാബലിപുരത്ത് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു സുപ്രഭാതത്തില് നമ്മുടെ മറ്റേ ഗാൽവാൻ താഴ്വരയിൽ. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല, ഇവർ ഈ കള്ളപ്രചരണമെന്ന് ഞാൻ, അതായത് 20 സോൾജേഴ്സാണ് രക്തസാക്ഷിയായത് നമ്മുടെ. അപ്പം അവർ പറഞ്ഞ് അത് ഞങ്ങളുടെ ഒരാളുടെ കണ്ണിൽ ഇത്തിരി ഐസ് വീണ്, വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വേറെ വെരിഫൈ ചെയ്യാനൊന്നും മാർഗ്ഗമില്ല, ലോകത്ത് ആർക്കും വെരിഫൈ ചെയ്യാൻ മാർഗ്ഗമില്ല, നമുക്കിവിടെ ബെറിയലും മറ്റതും ഒക്കെ ഉണ്ട്. അവിടെ ഇയാൾ എവിടെ പോയെന്നോ ഇല്ല, അവർ ആൻസറബിൾ അല്ല. അവരുടെ മഞ്ഞിന്റെ ഇടയിൽ ഫാമിലി എടുത്ത് അവർ റെസ്പോൺസിബിൾ അല്ല, ചൈനീസ് ഭരണകൂടം. അപ്പം 75 പേര്, ഞാൻ അന്നേ ഇത് ഫോളോ ചെയ്യാം, 75 ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ ഈ ഘാതക് പ്ലറ്റൂണുമായിട്ട് ഏറ്റുമുട്ടി എന്നൊക്കെയാണ്. ഘാതക് പ്ലറ്റൂൺ അന്നത്തെ അതെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ. അതെ, എനിവേ അല്ല ഞാൻ പറയാണ്, ഇങ്ങനെയാണ് ചൈന. 75 പേര്, നമ്മൾ ഏതാണ്ട് 40 പേരൊക്കെ മരിച്ചു എന്നൊക്കെ അത് നമ്മൾ പറഞ്ഞതാണ്. നമുക്കും അല്ല, നമ്മുടെ ഒരു 20 പേര്, 20ഓ 18ഓ അങ്ങനെ ഒരു 20 പേര്. പക്ഷേ മറ്റേ അപ്പുറത്തെ ചൈനയുടെ നമ്മളെ നമുക്ക് ആൾനാശം ഉണ്ടായതിന്റെ ഇരട്ടി അവിടെ സംഭവിച്ചു. 40 എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും അല്ല. 75 പേര്. ഓസ്ട്രേലിയ അവരുടെ ശത്രുവല്ല മിത്രമല്ല ഓസ്ട്രേലിയ. ഇപ്പൊ ഈ ഓസ്ട്രേലിയ ഇന്ത്യ ആയിട്ട് ഭയങ്കര അടുപ്പമാണ്. പക്ഷെ 2020 ഓസ്ട്രേലിയ ഒരു ന്യൂട്രൽ കൺട്രി ആയിരുന്നു. ആക്ച്വലി ചൈനയായിട്ടായിരുന്നു 2020 അവർക്ക് കൂടുതൽ ഭയങ്കര അട്ടഹാസം പോലെയാണ്. ഈ ചൈനക്കാർ അവിടെ ചെന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയ മൊത്തം വിഴുങ്ങിയ ഒരു ഘട്ടം അതിനുശേഷം വന്നു. ഇപ്പം അവർ സ്ട്രിക്റ്റ് ആയി ഈ ചൈനക്കാരെ കൊണ്ട്. അപ്പം അവരുടെ ന്യൂസാണ്. എനിവേ മറ്റേ 75 പേരപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് ഒരു ഏകദേശം എന്നാണ് പറയുന്നത്. നമ്മളൊന്നും പറയാൻ പോയില്ല. അവർ ഓസ്ട്രേലിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്ത് ഞാനത് കണ്ടു. അവരുടെ റിപ്പോർട്ട് TV-യിൽ വന്നായിരുന്നു. ഞാൻ ABC ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, ഞാൻ എല്ലാം നമ്മളെല്ലായിടത്തും പെട്രോൾ നടത്തിയാലും നമുക്ക് വിവരങ്ങൾ അങ്ങനെ അന്ന് കിട്ടിയതാണ്. About 75. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത് 2026 ഞാൻ നേരത്തെ ചോദിച്ച ഇതിലേക്ക് ഒന്നുകൂടി വരികയാണ്. ഈ ഇരുമ്പ് മറ ഭേദിച്ച് ഈ പറഞ്ഞതുപോലെ ഈ 75 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വന്നതുപോലെ ഈ ചൈനയ്ക്കുള്ളിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു? ഇത് പിന്നെ ഒരു ചൈനീസ് നാഷണൽസ് വെളിയിലുണ്ട്, ചൈന ഭരണകൂടത്തിന് അഗൻസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവർ യൂട്യൂബ് അല്ലെങ്കിൽ അവരുടെ ചൈനീസ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ചൈനയിൽ വിസിറ്റിന് പോവുക, അവിടെ അങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ വെളിയിൽ വരുന്നത്. ചൈനക്കാർ തന്നെ ഇൻഫർമേഷൻ വെളിയിൽ കൊടുക്കും, പക്ഷെ അത് ഗൂഗിളൊന്നും അവിടെ വർക്ക് ചെയ്യില്ല. അത് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ്. അവർക്ക് വേറെ സ്വന്തമായിട്ട് അതുണ്ട്, അത് പിടിക്കും. മറ്റേ ഫോർമിഡബിൾ ഡിജിറ്റൽ സർവേ പട്രോളിംഗ് ഉണ്ട് നമ്മുടെ പോലീസ് ചെയ്യുമ്പോൾ, അവിടെ പട്രോളിംഗ് ഉണ്ട്, അത് പിടിക്കും. എന്തോ എങ്ങനെയോ അതൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഞാൻ ഒരു സ്ഥിരം, അങ്ങനെയാണല്ലോ സാർ, സത്യം മറച്ചു വെക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും അത് പുറത്ത് ചാടും. ഞാനൊരു സ്ഥിരം ഒരു ലേഡിയുടെ ഇത് കാണാറുണ്ട്. ചൈനീസ് ആണ്, ഷീ ഈസ് സെറ്റിൽഡ് ഇൻ USA. അപ്പോൾ അവരിങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ പുറത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ സ്ഥിതി. ഒന്നും വെളിയിൽ വരില്ല. അപ്പോൾ ഈ CCPയിൽ കൊട്ടാര വിപ്ലവം, ഇത് മാവോ മരണപ്പെട്ടപ്പം ഡങ് സിയാപിങ് എപ്പോഴും ഒരു പവർ സ്ട്രഗിൾ വരും ചൈനയിൽ. നമ്മൾ നോക്കുമ്പോൾ വലിയ സ്ട്രഗിൾ ആയിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്. അപ്പോൾ മാവോ മരിച്ചപ്പം വേറെ ആരോ, എനിക്ക് അവരുടെ പേര് ചൈനീസ് നെയിമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഓർത്ത് വയ്ക്കും, ആരോ വന്നപ്പം ഡങ് സിയാപിങ്, ഭയങ്കര ഷോർട്ടാണ് ഡങ് സിയാപിങ്, വലിയ ചരിത്രം സൃഷ്ടിച്ച ആളാണ്. അമേരിക്കയായിട്ട് അടുക്കാൻ കാരണം ഡങ് സിയാപിങ്. അപ്പോൾ ഡങ് സിയാപിങ് അവരെ ചവിട്ടി പുറത്താക്കി, അങ്ങനെ പിടിച്ചെടുത്തു ഭരണം. അത് കഴിഞ്ഞ് ഡങ് സിയാപിങ്ങിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഷീ ജിൻപിങ്ങിൻ്റെ യുഗം വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊരു ഷോർട്ട് പീരീഡ് ഉണ്ട്, പക്ഷെ അത് നിന്നില്ല. ഷീ ജിൻപിങ് പിടിച്ചടക്കി എന്നാണെങ്കിൽ പറയാം. അപ്പം ഈ ജിയാങ് സെമിൻ എന്ന് പറഞ്ഞ ഷീയുടെ സീനിയർ ആയിട്ടുള്ള ആള് 2000 അദ്ദേഹം ഉണ്ടായിരുന്ന കുറച്ച് നാളെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത്
അദ്ദേഹമായിരുന്നു CCP ജനറൽ സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന ജനറൽ സെക്രട്ടറി, പിന്നെ പ്രസിഡന്റ് ഓഫ് ചൈന. ഇതെല്ലാം ഒരാൾ തന്നെ ജിയാങ് സെമിനായിരുന്നു. ജിയാങ് സെമിൻ 2022 മരണപ്പെട്ടു, 97 വയസ്സിൽ. അവർ പറയുന്നത് അദ്ദേഹം പ്രായം ചെന്ന് മരിച്ചു എന്ന് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ചൈനയാണ്, അവരുടെ ഡീപ് സ്റ്റേറ്റ് ആണ്, അവരെന്തും ചെയ്യും അവിടെ. അതാണല്ലോ ടിയാനോൻ സ്ക്വയർ, 10,000 ആളുകളെ കൊണ്ട് അവരെന്തും ചെയ്യും. ചൈനീസ് ജനത എന്തും ചെയ്യുമെന്ന് ഞാൻ പറയില്ല, ഈ ഭരണകൂടം. അപ്പം ഈ ജിയാങ് സെമിൻ 2022 മരിച്ച ശേഷം ഷാങ്ഹായ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഷാങ്ഹായ് ഗാങ് എന്ന് പറഞ്ഞ ഒരു ഗാങ് അവിടെ ഉടലെടുത്തു. ഷാങ്ഹായ് ഗാങ് അത് നമ്മുടെ ഷീ ജിൻപിങ്ങിന് എഗൻസ്റ്റ് ആണ്, വെല്ലുവിളിയാണ്. അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് സാങ് യൂഷ്യ എന്ന് പറഞ്ഞ ഒരു മിലിറ്ററി ജനറൽ, പോളിറ്റ് ബ്യൂറോ മെമ്പറും എല്ലാം ആണ്. ഈ സാങ് യൂഷ്യ അവരുടെ ലീഡറായിട്ട് ഷീ ജിൻപിങ്ങിന് ഓപ്പോസിറ്റായിട്ട് ഇപ്പോഴും നമ്മൾ 2025 വരെ നമ്മുടെ മോഡിജി അവിടെ പോകുമ്പം ഷീ ജിൻപിങ്ങിൻ്റെ കയ്യിലല്ല സാധനം, PLA എല്ലാം ഇയാളുടെ കയ്യിൽ, ഷാങ്ങിൻ്റെ കയ്യിലാണ്, സാങ് യൂഷ്യയുടെ കയ്യിലാണ്. അപ്പം എല്ലാവരും വിചാരിച്ചു ഇപ്പം ഷീ ജിൻപിങ്ങിനെ പുറത്താക്കുമെന്ന്. പക്ഷേ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ 2026 ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു. ഷീ ജിൻപിങ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 10 പൈസ അങ്ങനെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 2 വിധത്തിലുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ ഈ ഷീ ജിൻപിങ്ങിൻ്റെ വൈഫ് കസാക്കിസ്ഥാനിൽ ഒരുപാട് സാധനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വേറൊരു കഥയാണ്. അപ്പം അതിനൊക്കെ എഗൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ പിന്നെ മോഡിജിയെ കാണണമെന്ന് പറഞ്ഞൊരു ടോപ്പ് ലീഡർ, പോളിറ്റ് ബ്യൂറോ മെമ്പർ, അത് ഇദ്ദേഹമാണ്. പക്ഷേ ഷീ ജിൻപിങ് അനുവദിച്ചില്ല. ഷീ ജിൻപിങ് അനുവദിച്ചല്ല, മോഡിജി അങ്ങനെ നേരത്തെ പറയാത്തൊരു സംഗതിയാണ്. അവിടെ ചെന്ന ശേഷം പറഞ്ഞാണ്. അപ്പം നമുക്കതിനെപ്പറ്റിയൊക്കെ ആലോചിക്കണം. എന്നുവെച്ചാൽ ചൈനയാണ്, ഒന്നും പറയാൻ നോക്കില്ല. അപ്പം നമ്മൾ വേറൊരു അവസരത്തിൽ കാണാം. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടെ വന്ന് മോഡിജിയെ കണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്കൊരു ചെറിയ സംശയമാണ്. അദ്ദേഹം പിന്നെ വന്ന് കണ്ടെന്ന് തോന്നുന്നു മോഡിജിയെ. പിന്നെ ഇവരുടെ കയ്യിലേക്ക് ഭരണം പോവും, യൂഷ്യയുടെ കയ്യിലേക്ക് ഭരണം പോകുമോ, ഷീ ജിൻപിങ് തോറ്റു പോകുമോ എന്നുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇതെല്ലാം മറന്ന് ഫ്ലൈറ്റ് ഓപ്പൺ ചെയ്തു ചൈനയായിട്ട്. അത് ഈ അടുത്ത കാലത്താണ്. കാരണം മഞ്ഞുരുകാൻ തുടങ്ങി, ഷീ ജിൻപിങ് ആടി തുടങ്ങി. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഈ താരിഫൊക്കെ വന്നപ്പോൾ ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ചൈന പെട്ടെന്ന് തന്നെ ഇന്ത്യയുമായിട്ട് കോംപ്രമൈസ് ചെയ്യായിരുന്നല്ലോ. അല്ല, കോംപ്രമൈസ് ആയില്ല. ഇങ്ങനെ അവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഡീപ്പ് സ്റ്റേറ്റ് ആണ്. ഒരിക്കലും ചൈനക്കാർ ചെയ്യില്ല. അത് ഡീപ്പ് സ്റ്റേറ്റ്. അവർക്ക് നമ്മളെ ഇഷ്ടമേ അല്ല. ഷീ ജിൻപിങ്ങിന് നമ്മളെ ഇന്ത്യൻസ് പൊങ്ങി വരുന്നത് ഇഷ്ടമേ അല്ല. അയാളുടെ DNA-യിലുള്ളതാണ്. അങ്ങനെ നമ്മുടെ പ്രൈം മിനിസ്റ്ററൊക്കെ കൈപിടിച്ചോണ്ട് നിൽക്കണം കണ്ടിട്ടില്ലേ? ഈ മുഖം ഒരു അതൃപ്തി. ഒരു രാവിലെ ടോയ്ലറ്റിൽ പോകാനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് അണ്ണ ഒരു കാര്യമുണ്ട്, അണ്ണ ഈ ഉക്രൈൻ വാർ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ ഒരു ഗസ്റ്റ് നമ്മുടെ സംസാരിക്കാൻ വന്നാൽ എങ്ങനെ നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും? ഞാൻ എപ്പോഴും അതാണ് അറിയുന്നത്. എപ്പോഴും ഇങ്ങനെ മുഖം അങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു നേരമണ്ണം ഒരു ചിരിച്ച മുഖമല്ല. അദ്ദേഹത്തിന്റെ വിദേശകാര്യ വാങ് വി ഒക്കെ വളരെ പ്ലസന്റ് ആയിട്ട് ഇടപെടി. എന്താ ഇങ്ങനെ മുഖം ഇങ്ങനെയാണ് എപ്പോഴും. ഒരു സ്ഥായിയായ ഇന്ത്യ വിരോധം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. പ്യൂട്ടിന്റെ അടുത്ത് പോകുമ്പോൾ മാത്രമേ ഈ മുഖം ഒന്ന് എലി പുന്നല് കാണുന്ന പോലെ ചിരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ ഏകദേശം. എന്നാലും അത് മുഴുക്കയില്ല. അപ്പൊ ഈ ഷീ ജിൻപിങ് ആള് പെശകാണ്. അയാൾക്ക് നമ്മളെ ഇഷ്ടമല്ല. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഈ വന്ന മഹാബലിപുരത്തി ഊഞ്ഞാല കാടിയിട്ട് ഒരു കാര്യമില്ലാതെയാണല്ലോ നമ്മളെ ചെയ്തത്. പിന്നെ ഈ പാകിസ്ഥാനെ വളർത്തി മൂട്ടം വലിയ ഗുണ്ടയാക്കി സകല പ്രവർത്തികളും. ലേറ്റസ്റ്റ് സിന്ദൂറിൽ കംപ്ലീറ്റ് സാറ്റലൈറ്റ് വെച്ച് നമ്മുടെ പൊസിഷനും എല്ലാം പറഞ്ഞു കൊടുത്ത് മിസൈൽ അവരുടെ വർക്ക് ചെയ്തില്ല. അതിന് നമ്മുടെ കുഴപ്പമില്ലല്ലോ, ചൈനക്കാരൻ്റെ. അപ്പം ചൈനയുടെ ആയുധങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അത് കണ്ട ഒരു ടെസ്റ്റ് സെന്ററും കൂടെയാണ് സിന്ദൂറിൽ സംഭവിച്ചത്. പാകിസ്ഥാൻ വെച്ചിരിക്കുന്നത്. അതൊക്കെ ഇന്ത്യക്കാരൻ്റെ പുറത്തിട്ട് അങ്ങനെ ഇരിക്കും.
അതിനും കൂടെ ആയിരുന്നു. പക്ഷെ അത് മിസറബിളി ഫെയിൽഡ്. അതുപോട്ടെ. അപ്പം ഇങ്ങനെ പിന്നെ ഈ ചൈനയുടെ വേറൊരു സംഗതി, ചൈനയെ പറ്റി നമ്മൾ പഠിക്കുമ്പം ഈ ചൈന അതിന് ഡീപ്പ് സ്റ്റേറ്റിനെയാണ് ഞാൻ കുറ്റം പറയുന്നത്. ഈ ചൈന ഏകദേശം 18-20 രാഷ്ട്രങ്ങളുമായിട്ട് തർക്കമാണ്. ഏറ്റവും കൂടുതൽ തർക്കമുള്ള ഇവർക്കാണ്. അതായത് സ്ഥിരമായിട്ട് 14 സ്ഥിരം കുറ്റികൾ, അതായത് ഇന്ത്യ അടക്കം. പിന്നെ അല്ലാതെ ഈ ചെറിയ ഭൂട്ടാൻ വരെ ആയിട്ട് തർക്കമാണ്. ഭൂട്ടാൻ, ബ്രൂണൈ, ആ പാവങ്ങൾ വളരെ ചെറിയ രാഷ്ട്രം. ഈ ലോകത്തിലെ വലിയ രാഷ്ട്രമല്ല, ഇന്ത്യയെക്കാളും വലിയ രാഷ്ട്രമല്ല ചൈന. ഏകദേശം നമ്മൾ ചൈന ഡബിൾ സൈസാണ് ഇന്ത്യയുടെ. അവർക്കതൊന്നും പോരാ. ഈ പാവപ്പെട്ട ഭൂട്ടാന്റെ സ്ഥലം, ടിബറ്റ്, പിന്നെ ടിബറ്റ് അവരുടെ ഒന്നും അല്ല, ടിബറ്റ് വേറെ രാജ്യമാണ്. കേറിയാൻ കൈയടങ്ങി ടിബറ്റ് കൈയടക്കിയപ്പോൾ നമ്മുടെ നെഹ്റുജി എല്ലാം കൂടെ മിണ്ടായിരുന്നു. അന്നേ പറയണമായിരുന്നു നിങ്ങളുടേതല്ലാന്ന്, പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. അതൊരു ഭയങ്കര തെറ്റായ ഒരു മൗനമായിരുന്നു. എന്നിട്ട് പറയും അരുണാചൽ പ്രദേശ്, ശരി എന്നാ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ അരുണാചൽ പ്രദേശ് ഇല്ല, ഗോഹട്ടി വരെ വരും ഞങ്ങളുടെ എന്ന് പറയും. അങ്ങനെയാണ് അവരുടെ സൗത്ത് ടിബറ്റ് എന്നാണ് അരുണാചൽ പ്രദേശ്. അവിടെ മൊത്തം മിനറൽസും അതും ഇതൊക്കെ ഭയങ്കര റിച്ചാണ്. അതാണ് ഈ ബെൽറ്റിൽ തന്നെ, ഈ ബംഗാൾ ആസാം ബെൽറ്റിൽ തന്നെ വലിയ എണ്ണ നിക്ഷേപം ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, അത് ഒരുപാട് റിച്ചാണ്. അപ്പം അതുകൊണ്ട് ചൈനയ്ക്ക് എന്ത് കൊടുത്താലും തൃപ്തിയാവില്ല. അവർ പറയും അടുത്ത ആസാം കൊടുത്താൽ പറയും ബംഗാൾ ഞങ്ങളുടെയാണെന്ന് പറയും. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. അതുകൊണ്ട് ഈ ഡീപ്പ് സ്റ്റേറ്റ് അപ്പം അപ്പം അങ്ങനെ അവരുടെ ഏറ്റവും വലിയ ശത്രു അമേരിക്ക ആണെന്നൊക്കെ പറയുമെങ്കിലും ജപ്പാനാണ്. ജപ്പാന്റെ ഏറ്റവും വലിയ ശത്രു ചൈനയാണ്. ജപ്പാൻ വേറെ ആർക്കും മാപ്പ് കൊടുക്കില്ല. ഇപ്പൊ അഥവാ ജപ്പാൻ തന്നെ ചൈനയ്ക്ക് എന്നാ പിന്നെ നിങ്ങളെ എടുത്തോ, ജപ്പാൻ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോ, ഉടനെ ഇവർ പറയാം ജപ്പാൻ കൊണ്ട് തീരില്ല, അതിൻ്റെ അപ്പുറത്തെ റഷ്യ സക്കലിൻ മറ്റേ ഓയിൽ ഫീൽഡ്സ് ഒക്കെ അത് ഞങ്ങളുടെയാണെന്ന് പറയും. അത് പറയും. ഇപ്പൊ തന്നെ റഷ്യയായിട്ട് തർക്കമുണ്ട്. എന്ന് പറഞ്ഞാൽ റഷ്യ മഞ്ചൂരിയ കൈവശപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടില്ല. അത് പിന്നെ അതിരുതർക്കം തീർന്നു. പക്ഷെ ഈ മഞ്ചൂറിയ ആക്ച്വലി ചൈനയുടെ ആണ്. പക്ഷെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം റഷ്യ തിരിച്ചു കൊടുത്തില്ല. വേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവരെല്ലാരും പണിയുമ്പം ഇവരെ പണിയാൻ വേറെ ആരെങ്കിലും കാണും. റഷ്യയിലൂടെ മുട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. ആ റഷ്യ വീക്കായ പ്യൂട്ടിനോ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചൈന അഡ്വാൻസ് ചെയ്യും. വ്ളാഡിവോസ്റ്റോക്ക്, സക്കാലിൻ ഓയിൽ ഫീൽഡ്സ്, അതിന്റെ ബോർഡറാണ് ചൈന. അപ്പൊ ഇവര് ഇടയ്ക്കിടയ്ക്ക് ഈ അടുത്ത കാലത്തും അവര് നമ്മുടെ പ്രദേശങ്ങൾക്ക് ചൈനീസ് നെയിം കൊടുക്കും. അതേപോലെ റഷ്യയുടെ പ്രോവിൻസ് ഇതിനോട് ചേർന്ന് നടക്കണം, ചൈനീസ് പേര് കൊടുക്കും. ഈ റഷ്യ അതൊരു തന്ത്രമാണ്. അല്ല, ഇവര് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പൊ പോലും. അപ്പൊ അതൊരു തോളിലിരുന്ന് ചെവി അടിക്കുക, വല്ലാത്തൊരു രാഷ്ട്രമാണ്. പ്യൂട്ടിൻ അത് നന്നായിട്ട് അറിയാം. പ്യൂട്ടിൻ അത് കറക്റ്റായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ചൈനയെ മാക്സിമം ഓയിലൊക്കെ കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പഴയ ടെക്നോളജി കൊടുക്കും. ഇപ്പം JF-17 എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ചൈന കൊടുത്താണ്. അതിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് റഷ്യയുടെ. അത് പഴയതാണ്, 60-കളിലെ 70-ലെ ടെക്നോളജി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളൊരു കാര്യം ഇങ്ങനെ S-400 ലേറ്റസ്റ്റ് വെർഷൻ കൊടുത്തിട്ടില്ല ചൈനയ്ക്ക്, ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് അവന് Su-57 നമുക്ക് തരാന്ന് പറഞ്ഞു, ചൈനയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. ആളും തരമൊക്കെ ഉണ്ട് റഷ്യക്ക്. കാരണം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് കഴിഞ്ഞാൽ റഷ്യ കിട്ടില്ല, തിരിച്ചു പണി കിട്ടും. അപ്പൊ അതൊരു വല്ലാത്തൊരു രാഷ്ട്രമാണ് ഈ. പൊതുവെ ലോകരാഷ്ട്രങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ്, ചൈനയെ വിശ്വസിക്കാൻ പാടില്ല. അപ്പോ ഇപ്പൊ ഈ കൊട്ടാര വിപ്ലവത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, വിപ്ലവത്തിലേക്ക് ലീഡ് ചെയ്ത സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞ. അദ്ദേഹം 22-ല് മറ്റേ ജിയാങ് സെമിൻ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ മിലിറ്ററി സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ടോപ്പ് ബോഡിയാണ്. പോളിറ്റ് ബ്യൂറോ പോലെ അത് രാഷ്ട്രീയത്തില് മിലിറ്ററിയിലെ ടോപ്പ്. അതിനകത്ത് 7 ജനറൽസ് ഉണ്ടായിരുന്നു, ടോപ്പ് ജനറൽസ്. ഈ 2023-നും 25-നും ഇടയ്ക്ക് 5 പേര് അവരെ എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞു. എല്ലാവർക്കും എതിരായിട്ട് ഈ വിജിലൻസ് അന്വേഷണമുണ്ട്. അഴിമതി ആരോപണം വന്നു. അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ സാങ് യൂഷിയ, അദ്ദേഹത്തിനെതിരായിട്ട് വെച്ചിരിക്കുന്ന കുറ്റം എന്തോന്നറിയാം, അമേരിക്കക്ക് ന്യൂക്ലിയർ സീക്രറ്റ് കൊടുത്തെന്ന്. അങ്ങേര് വലിയൊരു വാർ വെറ്ററാണ്. ഈ സി ഒന്നും യുദ്ധം ചെയ്തിട്ടില്ല. അങ്ങേര് വിയറ്റ്നാം വാറിലും
അതിന് ശേഷമുള്ള വേറെ ഒരു വാറിലൊക്കെ പങ്കെടുത്ത ആളാണ്, വെറ്ററനാണ്, അയാൾ മിലിറ്ററി ജനറലാണ്. അയാൾ ഒരിക്കലും അങ്ങനത്തെ തരം താന്ന പ്രവൃത്തി ഒരിക്കലും അയാൾ ചെയ്യില്ല, വേറെ ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് താൻ ഏതോ അമേരിക്ക, എനിക്കൊന്നും അദ്ദേഹത്തെ കൊണ്ട് അമേരിക്കക്കാരുടെ അടുത്ത് സംസാരിപ്പിച്ചാണ് ഏതെങ്കിലും മീറ്റിങ്ങിനോ കോൺഫറൻസിലൊക്കെ ഈ ഷീ ജിൻപിങ്. എന്നിട്ട് താൻ സീക്രറ്റ്, ന്യൂക്ലിയർ സീക്രറ്റ്, ഞങ്ങളുടെ സീക്രറ്റ് ഒക്കെ ചോർത്തിക്കൊടുത്തു. അതാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ. യാങ് യൂഷിയക്ക് എന്താ സംഭവം ഒന്നും ഒരു പിടിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ 5 ജനറൽമാരെ തട്ടി, അവർക്കും എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. പിന്നെ റോക്കറ്റ് ഫോഴ്സിന്റെ ഹെഡ് അങ്ങനെ സക്ക് ചെയ്തു. എല്ലാം ഈ അഴിമതിയാണ്. ഈ അതൊക്കെ വിശ്വസിക്കാൻ ചോദിക്കാൻ ആരുമില്ലല്ലോ. അപ്പോഴാണ് ഈ ഡിസിഡൻസ് പവർഫുൾ ആവുന്നത്. അവരിങ്ങനെ സ്നോബോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെയാണ് ഈ ന്യൂസ് പുറത്തു വരുന്നത്. പിന്നെ 100 ജനറൽസ് ചൈനീസ് ജനറൽസിനെ 2022 തൊട്ട് 25 വരെ സാക്ക് ചെയ്തിട്ടുണ്ട്. 100 ജനറൽസ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ റോക്കറ്റ് ഫോഴ്സിന്റെ ഹെഡിനെ തട്ടി. നമ്മുടെ ടെസ്സി തോമസ് മാഡത്തിനെ പോലെ എന്ന് പറയുന്ന ഒരു ടോപ്പ് അവരുടെ DF-17 എന്ന് പറഞ്ഞ വലിയ ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലും പിന്നെ ഹൈപ്പർസോണിക് മിസൈൽ ഇതിൻ്റെയൊക്കെ മദറാണ് ഇവർ. അവരും സാക്ക് ചെയ്തെന്നല്ല, അവരുടെ പേരൊരിടത്തും ഇല്ല, അക്കാഡമിയിൽ ഒന്നും ഒരിടത്തും ഇല്ല. എന്ത് സംഭവിച്ചെന്ന് ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ ഇവരെയൊക്കെ സംശയമാണ്. മറ്റേ ആര് നമ്മുടെ ഇങ്ങനെ, അതായത് സീ ജിൻപിങ്ങിന് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി വരും എന്ന് തോന്നിയാൽ ആ ആളിനെ ഉടനെ സാങ് യൂഷിയെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് സംശയമാണ്. അവരെല്ലാം ഒരു ഇദ്ദേഹത്തിന് വെറുതെ ഒരു സംശയം തോന്നിയ. അതാണ്. അപ്പൊ സാർ, ഈ സീ ജിൻപിങ്ങിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അദ്ദേഹം തുടരുമോ? അത് ചോദിച്ചെന്നാ ഞാൻ അത് പറയാതെ കൺക്ലൂഡ് ചെയ്യാൻ പോയതാ. അദ്ദേഹത്തിന് ഒരു 3 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നു. കുറെ ദിവസമായിട്ട് ഇങ്ങനെ കാണാനില്ലായിരുന്നു. ഒരു ഒന്നും അതൊന്നും പറഞ്ഞിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വീണ്ടും അദ്ദേഹം എപ്പോഴും ഇപ്പൊ ഈ മെയ് 25 തൊട്ട് ജൂൺ 2 വരെ എവിടെ പോയെന്ന് അറിഞ്ഞൂടായിരുന്നു, എവിടെ ഡിസപ്പയർ ചെയ്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ മാധ്യമങ്ങളും ഈ ഫോറിൻ ജേർണലിസ്റ്റും ഒക്കെ അന്തമിട്ട് നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഏതോ ഒരു ഫംഗ്ഷന് ജൂൺ 2-ാം തീയതി 3-ാം തീയതി വന്നപ്പം ഈ ടെലി ലെൻസ് വെച്ച് അങ്ങ് അടുത്ത് പിടിച്ചു, ഇങ്ങനെ തലയുടെ മൊത്തം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ തല ഞാൻ കണ്ടത്, ആ പടമല്ല ആ വീഡിയോ ഞാൻ കണ്ടു, തലയുടെ ബാക്ക് ഇത്രയും മുടി പോയിരിക്കുന്നു. സർജറി എക്സാക്ട്ലി ക്ലിയർ ആയിട്ട് അവർ കാണിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പൊ 2 ഗ്ലാസ് ആയിട്ടാണ് നടക്കണം. ഈ മെഡിസിൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ 2 ഗ്ലാസ്സിൽ 2 ഡിഫറെന്റ് മെഡിസിൻസ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിവേ പുള്ളി അത്ര ഓൾറൈറ്റ് അല്ല. പിന്നെ അദ്ദേഹത്തിന്റെ വൈഫിനെ ഈ ഇദ്ദേഹം സാങ് യൂഷിയല്ലേ, അദ്ദേഹം നല്ല പോളിറ്റ് ബ്യൂറോ എല്ലാം കൂടെ പറഞ്ഞ്, മാഡം സംഭവമൊക്കെ ശരി, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, നിങ്ങൾ എപ്പോഴും ഇദ്ദേഹത്തിന്റെ കൂടെ അങ്ങോട്ട് പുറത്തു പോകണം, അതുവരെ പവറായി മറ്റവർക്ക്, അങ്ങനെ പോണ്ട എന്ന് പറഞ്ഞ് അവരെ വിലക്കി. 2024 മാഡം ഷീ ജിൻപിങ്ങിന്റെ വൈഫ് പുറത്തു പോയത്. അതിനുശേഷം പോയിട്ടില്ല. പിന്നെ ഇദ്ദേഹം 1 വർഷമായിട്ട് പുറത്തു പോയിട്ടില്ല. ഇങ്ങനെ പോകാൻ പേടി, തിരിച്ചു വന്ന് കയറ്റുമോ എന്നൊക്കെ ഉള്ള പേടി, അതുകൊണ്ട് പുള്ളി പോയിട്ടില്ല. ഇപ്പൊ നോർത്ത് കൊറിയയിലെ ഒരു 1.5 വർഷത്തിന് ശേഷം നോർത്ത് കൊറിയയിൽ നാളെ മറ്റന്നാളോ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക്, ഭാര്യ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഇങ്ങേർക്കൊരു കൂച്ചുവെള്ളം കിടുന്ന ഒരു ഏജൻസി പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഈ പോളിറ്റ് ബ്യൂറോ CCP അല്ലാതെ വേറൊരു ഏജൻസി, പാർട്ടി ഒരു ഏജൻസി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്ന അറിഞ്ഞൂടാ. നിങ്ങൾ എവിടെ പോണേ, എന്ത് ചെയ്തുവിടാന്നൊക്കെ ഇവര് പറയും. അപ്പൊ അങ്ങനെ ഒരു കൂച്ചുവെള്ളം അവരെ അനുസരിക്കുക ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷെ എന്തായാലും ഇദ്ദേഹത്തിന് സാങ് യൂഷിയെ അതായത് ഷീ ജിൻപിങ്ങിന്റെ അച്ഛനും ഇദ്ദേഹത്തിന്റെ അച്ഛനും ഒരുമിച്ച് ഒരു പ്രോവിൻസിൽ ഫ്രണ്ട്സ് ആയിരുന്നാണ്. പിന്നെ ഇദ്ദേഹം വലിയ മിലിറ്ററി ജനറലാണ്, നോട്ട് ഷീ ജിൻപിങ്. അപ്പൊ ഇദ്ദേഹം ഇവര് രണ്ടുപേരും ഈക്വൽ വെയിറ്റ് ഉള്ളവരാണ്. അദ്ദേഹത്തെ നമ്പർ 2 ആയിരുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് വലിയ ഞെട്ടൽ, വെള്ളിടി വെട്ടിയതുപോലെ ചൈനയിൽ ഈ 2026 ഫെബ്രുവരിയിൽ. അപ്പോൾ ആർക്കും എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പ്രതീതി, ഒരു പേടിപ്പിക്കുന്ന ഒരു ഭയം, ഒരു ഭയം ഉണ്ട്. വെളിയിൽ ഇതൊക്കെ ചോർത്താനായിട്ട് വേറെ ആളുകളും ഉണ്ട്. പക്ഷേ ഈ ചൈനയിൽ 100 ജനറൽസിനൊക്കെ സാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ
അവർക്ക് ഫാമിലി മറ്റേ മറിച്ചൊക്കെ ഉണ്ടല്ലോ. അതെ അതെ, അതൊക്കെ ഒരു വലിയ സംഭവമാണ്. അത് ഇത് സ്നോബോൾ ചെയ്യും. ശരിക്കും ചൈന ഒരു ഇരുമ്പുമറ തന്നെയാണ്. തന്നെയാണ്. അതിനുള്ളിൽ കയറി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ 100 ജനറൽമാരെ കാണാനില്ല എന്നൊക്കെ പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ജനറൽമാരെ കാണാൻ ഇതൊന്നും ആരും ചർച്ച മരിച്ചോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. അവര് ഒന്നും അറിഞ്ഞൂടാ. എന്തായാലും സാർ, നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. സി ജിൻപിങ്ങിന്റെ അവസ്ഥ, ആരോഗ്യം ഒക്കെ. പിന്നെ ഇവർക്ക് എപ്പോഴും ഈ ചൈനയ്ക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേ നമ്മളെ ഇന്ത്യ എപ്പോഴും വന്ന് സോപ്പിടും. അത് നമ്മൾ പാസ്റ്റ് നോക്കിയാൽ എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ഇപ്പോ ലാവോസ് എന്നുള്ള രാഷ്ട്രമുണ്ട് തായ്ലൻഡിന്റെ അപ്പുറം. ഈ ലാവോസും ചൈനയും തമ്മിൽ ചൈനയുടെ ഒരു സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. ലാവോസ് ഭൂട്ടാനേക്കാളും അവരുടെ സ്റ്റേറ്റ് കംപ്ലീറ്റ് പൈസ അവിടെ ഇറക്കിയിരിക്കുകയാണ് ലാവോസിൽ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ പ്രസിഡന്റും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇന്ത്യയിൽ. എന്നിട്ട് ഇവിടെ വന്ന് കുറെ കരാറൊക്കെ ഒപ്പിട്ട്. അവൻ ചൈന പതുക്കെ ലാവോസിനെ അയച്ചതാണോ ഇന്ത്യയെ സോപ്പിടാൻ അറിഞ്ഞൂടാ. അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ചൈനയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഭയങ്കര സോപ്പിങ്. അപ്പൊ അതുകൊണ്ട് നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല. ഷീ ജിൻപിങ് തന്നെ ഇന്ത്യ സന്ദർശിക്കാൻ സാധ്യതയുള്ളൂ സാർ സമീപകാലത്ത്? അങ്ങനെ വരെയൊന്നുമില്ല. കാരണം ഇപ്പൊ ചില നമ്മൾ വിളിച്ചിട്ടില്ല, പറഞ്ഞ പോലെ ചില ഉച്ചകോടികളൊക്കെ നടക്കേണ്ടതാണ്. ഉച്ചകോടിയല്ല, ബ്രിക്സിൽ അങ്ങനെ വന്നില്ല. അപ്പൊ അത് നമ്മളെ അവമാനിച്ചതിന് തുല്യമാണ്. നമ്മളങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ ഇരുമ്പുമറ ഭേദിച്ച് ചൈനയിൽ നിന്ന് വിവരങ്ങൾ പുറത്തു വരുമോ ഇല്ലയോ എന്ന് നോക്കാം. ഷീ ജിൻപിങ്ങിന്റെ ആരോഗ്യം, അദ്ദേഹത്തിന്റെ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണെന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും വിവരങ്ങൾക്കായിട്ട് നമുക്ക് കണ്ണും കാതും തുറന്ന് കാത്തിരിക്കാം. നന്ദി. വന്ദേ മാതരം.